കോഴിക്കോട് നിന്നാണ് നേരത്തെ SKN സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരു യുവാവ് MDMA വിഴുങ്ങിയിരിക്കുന്നു. ഒരാൾ മരിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ അയാളുടെ കൂട്ടുകാരൻ തന്നെയാണ് ഇപ്പോൾ MDMA വിഴുങ്ങിയതെന്നാണ് സ്ഥിരീകരണം എത്തിയിട്ടുള്ളത്. താമരശ്ശേരിയിൽ തന്നെയാണ്. ആ താമരശ്ശേരിയിൽ ഈ രാസലഹരി MDMA വിഴുങ്ങി മരിച്ച ആളുടെ സുഹൃത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ഈ ബഹളം, വീട്ടിലെ ബന്ധുക്കളുമായി അതിക്രമം ഉണ്ടാകുന്നു. ഇതിൻ്റെ വിവരം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. പോലീസ് എത്തിയ സമയത്താണ് ഈ MDMA പോലീസിൻ്റെ മുൻപിൽ നിന്നും വിഴുങ്ങുന്നത്. ഈ താമരശ്ശേരി അരയത്തുംചാലിലെ ഫൈസ് ആണ് ഈ രീതിയിൽ MDMA വിഴുങ്ങിയത്. അയാൾക്കെതിരെ NDPS സെക്ഷൻ 20B പ്രകാരം കേസെടുത്തിട്ടുണ്ട് SKN. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN ഇയാളുടെ വയറ്റിൽ നിന്നും ഇത് പുറത്തെടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യ വിദഗ്ധർ ശ്രമം നടത്തുകയാണ്. കാരണം ഇയാൾ പാക്കറ്റിലല്ല, അതേപടി ക്രിസ്റ്റലായാണ് വിഴുങ്ങിയിരിക്കുന്നത്. അയാളുടെ ആരോഗ്യത്തിന് അത്രമാത്രം ഹാനികരമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിൽ ഈ MDMA പിടിക്കപ്പെടുമ്പോൾ അത് നേരെ വിഴുങ്ങുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത SKN. അതുകൊണ്ട് തന്നെ ഈ പോലീസും എക്സൈസും ഇതിൻ്റെ ശ്രമങ്ങൾ അതിശക്തമായി തുടരുമ്പോഴും ഈ MDMA വിഴുങ്ങൽ ഒരു വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് കയ്യോടെ പിടികൂടൽ അസാധ്യമാകുന്നു. പിന്നീട് ഇവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് ഇത് പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. കാരണം MDMA കയ്യിൽ വെച്ചാൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള നിയമത്തിൻ്റെ പരിമിതി കൂടി ഉണ്ട് SKN. ഏതായാലും എക്സൈസും പോലീസും വളരെ ശക്തമായി ഇതിനെതിരെയുള്ള പോരാട്ടം നടന്നു.